തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതിഥികളായി ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജോസിയും ബീനയും 7 മക്കളുമാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തുടരാം. വീട്ടിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഒരു പ്രത്യേക കുരിശുവര കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോരുത്തരുടെയും ടാലൻസ് പറയണം. ഈ കുരിശുവര അങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മൈക്ക് എടുത്തിട്ട് തുടങ്ങാം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ഇവർ ഓരോരുത്തരും ഭയങ്കര പ്രഗത്ഭരാണ്, മിടുക്കരാണ്. മൂത്ത ചേച്ചിയെപ്പറ്റി ഞാൻ കേട്ടത് ചെയർപേഴ്സൺ വരെയായിരുന്നു കോളേജിൻ്റെ, അല്ലേ? BK കോളേജ് അമലഗിരിയിലാണ് പഠിച്ചത്. അവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്നു. എനിക്ക് നന്നായിട്ടറിയാം. BK കോളേജ് എന്നൊക്കെ പറയുന്നത് വളരെ മിടുക്കരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ അവിടുത്തെ ചെയർപേഴ്സൺ ആകുമ്പോൾ തന്നെ അറിയാം വളരെ മിടുക്കിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന മൂത്തയാളിൽ തുടങ്ങട്ടെ. ഓരോരുത്തരും അവരുടെ ടാലൻസും പ്രത്യേകതകളും പറയണം. ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പാട്ട്, അതേപോലെ കാര്യങ്ങൾ ഈ പള്ളിയിലെ കൊയറിനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം. പിന്നെ പള്ളിയിലെ പ്രോഗ്രാംസിലൊക്കെ സ്കിറ്റ് അതേപോലുള്ള പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് എനിക്ക് പറ്റുമെന്നാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കും. ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ എന്താ വിളിക്കുന്നത്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, സർവകലാവല്ലഭർ. പാട്ടുപാടും, സ്കിറ്റുണ്ട്, ഒപ്പന, അഭിനയം എന്ന് വേണ്ട അല്ലെ, ഒരു ബഹുമുഖ പ്രതിഭയാണല്ലേ. പാചക വിദഗ്ധയും കൂടെ കേട്ടോ. പാചക വിദഗ്ധ. മൂത്ത ചേച്ചി ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ മൂത്തയാളും? അത്രയും പാചകത്തിൽ അവൾ പഠനത്തിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവളും പഠിക്കുകയും ആൾക്ക് സാമ്പാർ അങ്ങനെയുള്ള ചെറിയ ഇത് മറ്റു കാര്യങ്ങള് കുടിയ ഐറ്റംസ് ആണ് അല്ലേ? എല്ലാ സാധനവും ഉണ്ടാക്കുള്ളൂ. ചെയ്യും. ഐസ്ക്രീം കിട്ടും അവിടെ പറഞ്ഞു കഴിഞ്ഞു.
ചേച്ചിയുടെ വക. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ, ഓരോ cooking ആ. ദിവസം ഓരോന്നും ട്രൈ ചെയ്ത് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കോവിഡ് ടൈമിലൊക്കെ ഞാൻ ഒത്തിരി വെറൈറ്റീസ് ഇങ്ങനെ പരീക്ഷിക്കുക, ഇവർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കുക. അപ്പൊ ഇവര് നമുക്കൊരു റിയാക്ഷൻ തരുമല്ലോ, അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അപ്പൊ ഇവരുടെ സന്തോഷം അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ വളരെ വലുതായിട്ട് ഇങ്ങനെ മരിച്ചിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. അതെ, അതൊരു സന്തോഷമാണല്ലോ. പിന്നെ അമ്മയൊക്കെ ഡെലിവറിക്കൊക്കെ പോകും, അമ്മയ്ക്ക് വയ്യാതിരുന്നതുകൊണ്ട് ചെറുപ്പത്തിലെ കുക്കിംഗ് പഠിക്കേണ്ടി വന്നു. അങ്ങനെ കുക്കിംഗ് പഠിച്ചു. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പത്തിലെ കുക്കിംഗ് പഠിക്കേണ്ടി വന്നു. അമ്മ ഇങ്ങനെ ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും നിങ്ങളൊക്കെ വളരെ സീനിയേഴ്സാണ്. ഇവനുണ്ടായത് എത്ര പഠിക്കുമ്പോഴാണ്? ഞാൻ +2 പഠിക്കുമ്പോൾ. +2 പഠിക്കുമ്പം ഒരു അനിയൻ ഉണ്ടായപ്പോൾ എന്തായിരുന്നു ക്ലാസ്സിലെയൊക്കെ ഉള്ളൊരു റെസ്പോൺസ്? ഞാൻ ആദ്യം എല്ലാവരോടും പറഞ്ഞില്ല, അന്നത്തെ ഒരു വൈക്കത്തെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് 8 മക്കളുള്ള ഫാമിലി ഞങ്ങൾ മാത്രമായിരിക്കും ഒന്നാമത്തെ കാര്യം. അവിടെ എന്ന് പറയുമ്പോൾ 2 മക്കള് ഇങ്ങനെയൊക്കെ ഞാൻ കൂടുതലും പരിഹസിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. എനിക്കറിയാവുന്ന ക്ലോസ് ആയ 2-3 പേരോട് അമ്മ പ്രഗ്നൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. കാരണം 7 മക്കൾ വരെ ഏകദേശം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി, സന്തോഷം. എല്ലാവരോടും പറയുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ 8ാമത്തെ കുഞ്ഞായപ്പോഴേക്കും ഞങ്ങളിപ്പോൾ +2-ലായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അപ്പനമ്മയ്ക്ക് വേറെ പണിയില്ലേ, ആ ഒരു രീതിയിൽ ഞങ്ങൾ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരോടും അത് ഷെയർ ചെയ്യുന്ന മാതിരി കുറച്ച് ഫ്രണ്ട്സിനോട് മാത്രം. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മരിക്ക് ഒരു അനിയനുണ്ടായെന്ന് എല്ലാവരും അറിയുന്നത് തന്നെ. അപ്പൊ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനോട്? ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെയാ ഫീൽ ചെയ്തത്? ആദ്യം കേട്ടപ്പോൾ മറ്റുള്ളവരെന്ത് കരുതും എന്നൊരു ചിന്ത എല്ലാവരെയും പോലെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് കുട്ടികളെ തള്ളിപ്പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു പരാതികളോ കുഴപ്പങ്ങളോ ഇല്ല. പിന്നെ ദേഷ്യമൊക്കെ വരുമ്പോൾ എന്ത് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കും. അല്ലാതെ ഇവരുണ്ടാകുന്ന ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹാപ്പിയാണ്, ഒട്ടും ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൈൻഡിലേക്ക് പോകാറില്ല. ഇവരൊക്കെ ഉള്ള ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ സങ്കടവും ഇവർ തന്നെ ഒതുങ്ങി നമുക്ക് സങ്കടം ഉണ്ടായാൽ തന്നെ എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ മാറും. അതുകൊണ്ട് തന്നെ ഒട്ടും ഡിപ്രഷനിൽ ഒറ്റപ്പെടലെന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമായിരിക്കും. ആരും വീട്ടിലില്ലെങ്കിൽ ഒരിടത്ത് തന്നെ ഇരിക്കും. ഒറ്റപ്പെടലാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും. അപ്പം വലിയ കുടുംബത്തിന്റെ 2 പോയിന്റുകളാണ്. ഒന്ന്, ഒറ്റപ്പെടൽ എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഡിപ്രഷൻ ഇപ്പൊ ഭയങ്കര ഫാഷനാട്ടോ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതും ഇല്ല അല്ലെ, അങ്ങനെയുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എനിക്കൊന്ന് എല്ലാവർക്കും ഇതുപോലെ ഒത്തിരി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തയാളോട് ചോദിക്കട്ടെ, എന്താണ് ടാലൻസ് ഒക്കെ, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടാലന്റ് അങ്ങനെയൊന്നുമില്ല. ഒന്നും ഇല്ലെന്ന് പറയാതെടാ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ പറ്റില്ലാത്ത രീതിയിലാണ് നിനക്ക്. ചെറിയ രീതിയിലൊക്കെ ഫുട്ബോൾ കളിക്കും. ചെറിയ രീതിയിൽ? അതെന്തൊരു ഫുട്ബോളാണ്? ഫുട്ബോൾ പ്ലെയർ ആണ്? ഫുട്ബോൾ പ്ലെയറാണ്. ഇപ്പം അങ്ങനെ അതിലേക്ക് നീങ്ങാറില്ല ഇപ്പം കുറച്ച് നാളായിട്ട്. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ആണ്? അല്ല, വീട് ഇച്ചിരി ദൂരെ കാരണം ഗ്രൗണ്ട് അതിനേക്കാളും ദൂരെ. അത് കാരണം അങ്ങോട്ടൊക്കെ പോകല് ഭയങ്കര ചടങ്ങായത് കാരണം അത് കുറച്ച് നാളത്തേക്ക് നിർത്തിയിരിക്കും. വെച്ചിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാനാണ് ഇപ്പോഴും നേതൃത്വം നൽകണത്. കുരിശുവരെ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഈ സ്തുതിപ്പിനും നൊവേനലിനൊക്കെ എന്നെയാണ് ഏർപ്പെടുത്താറ്. നൊവേനയും സ്തുതിപ്പൊക്കെ ഉണ്ട് അപ്പം? അല്ലാതെ ജപമാല മാത്രമല്ല? ജപമാല കഴിഞ്ഞാണ് 9 വരെ ആകുമ്പോൾ സ്തുതിപ്പും നൊവേനയുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ. ഒരു ചെറിയ മിനി ധ്യാനം തന്നെ ഉണ്ട് എല്ലാ ദിവസം. ഒരു 3 മിനിറ്റ് സമയം അങ്ങനെ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇവനാണ് നേതൃത്വം? ജെയിംസ് ആയിരിക്കും അതിനകത്ത്. ജെയിംസ് ആണ് അതിന്റെ ആള്. ഇടയ്ക്ക് മാത്രം ഞാനാകുള്ളൂ. വേറെ ദിവസങ്ങളിലൊക്കെ ഒരു ജോണിനെ മരിച്ചതിനൊക്കെ ഏൽപ്പിക്കും. ഓരോരുത്തർ നിർദ്ദേശിക്കും, അവരത് ചെയ്തോളൂ. അവരെ അതിലൊക്കെ വളരെ ഹാപ്പിയാണ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പ്രാർത്ഥനയില് ജെയിംസ് ഒക്കെ പ്രാർത്ഥനയില് നല്ല തീഷ്ണതയാണ്. ഈ ജോഫിൻ പ്രാർത്ഥനയിൽ വളരെ പുറകോട്ടാ. കാരണം അവന് ഫുട്ബോൾ കളിക്കണ്ടേ, കളിയിലാണ് എപ്പോഴും. കാരണം അവൻ 7ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും അവനായിരിക്കും അതിൽ ഉഷാറായിട്ട് നിൽക്കുന്നത് അല്ലേ. ഇനി കുരുവിളയോട് ചോദിക്കട്ടെ. എനിക്ക് ഫുട്ബോൾ കളിക്കാനും ഷട്ടിൽ കളിക്കാനൊക്കെ അറിയാം. അത്യാവശ്യം നന്നായിട്ട് കളിക്കും. പിന്നെ ഞാൻ സ്കൂളിൽ SPC ഒക്കെ ഉള്ളതാണ്. പൊക്കം കണ്ടാലേ അറിയാം അല്ലേ. ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പിന്നെ ജവമാലയ്ക്കൊക്കെ കൂടും. പിന്നെ ബാക്കിയുള്ള പോലീസാണ്. ജോണി ചേട്ടൻ പോലീസാണ്. എന്തായി തീരണമെന്ന് ആഗ്രഹം നിന്റെ? എനിക്ക് നേവി കയറണമെന്നാണ്. അങ്ങനെ തന്നെ, ആ രീതിയിലേക്ക് പോകണമെന്നാണ് അല്ലേ. ഓക്കെ, കൊള്ളാം. ഇനി ഇവിടെ ഫുട്ബോൾ കളിക്കും. പിന്നെ ഈ ഉപജില്ലയിൽ ത്രെഡ് പാറ്റേൺ ഇല്ലേ, അതിന് പോയിട്ടുണ്ട്. ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. എന്തിന്റെ? ഈ ത്രെഡ് പാറ്റേൺ. ഈ ആണി അടിച്ചിട്ട് ഇങ്ങനെ നൂല് വെച്ചിട്ട് ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ശാസ്ത്രമേളകളും വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ LP-ലും UP-ലും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഫുട്ബോള് അങ്ങനത്തെ ചെറിയ ചെറിയ ക്രിയേറ്റീവ് ഐറ്റംസ് ഒക്കെയാണുള്ളത്. ഇനി നമുക്ക് മോളോട് ചോദിക്കട്ടെ. ഞാൻ സ്പോർട്സിനൊക്കെ സ്കൂളിൽ ചേരും. സ്പോർട്സ് ഉണ്ട്.
പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് പൂക്കളും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും. പിന്നെ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കും, ഡാൻസ് ചെയ്യും, ഡാൻസ് ചെയ്യും. അങ്ങനത്തെ ചില പരിപാടികൾ. എന്തായാലും ഇവിടെ ഒരാൾ പാടിയത് കൊണ്ട് എനിക്കറിയാം. ഇനി വേറെ വല്ല സ്പെഷ്യൽ കാര്യം ഇവനെ പറ്റി പറയാനുണ്ടോ? വയണം. വചനോ? എന്താണ് അവൻ പറയുന്നത്? വചനം പറയണമെന്നാ പറയുന്നത്. വചനം പഠിക്കണമെന്ന് പറഞ്ഞതാ. അപ്പൊ അവൻ സ്കൂളിൽ നിന്ന് അവന്റെ ടീച്ചറില്ല, ഒരു വചനം പഠിപ്പിച്ചിട്ടുണ്ടായത്. ആ വചനം അവനിപ്പോ പറയണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ വചനം പറഞ്ഞ് ഫ്രാൻസിസ് നിർത്തും. അപ്പൊ ആ വചനം പറയാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:37. മിടുക്കൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ ഇനി ഒരുപാട് വചനം പഠിക്കണം കേട്ടോ. അപ്പൊ ഏതായാലും നിങ്ങളെല്ലാവരും ഇവരുടെ കഴിവുകളെല്ലാം പലതരത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇതൊക്കെ സാധാരണ എല്ലാ മാതാപിതാക്കളും ഓരോന്നിനും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് മക്കളെ, അങ്ങനെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ അതിനും ഇതിനുമൊക്കെ. ശരിക്കും നിങ്ങളുടെ മാതാപിതാക്കളുടെ അപ്രോച്ച് എങ്ങനെയാണ്? അവർ തന്നെത്താൻ അങ്ങനെ അവർ ഓരോ കഴിവുകളും കണ്ടെത്തും, അതിനുള്ള വഴികൾ അവർ തന്നെ ഉണ്ടായിക്കൊണ്ട് വരും. നമ്മൾ ശരിക്കും ഫ്രീയാ. നമ്മളോട് ചോദിക്കും കൺസെന്റ്, നമ്മുടെ ഒരു സമ്മതം പൊക്കോട്ടെ എന്ന് മാത്രം ചോദിക്കും. ചില സാമ്പത്തിക സഹായങ്ങൾ വേണമെങ്കിൽ അത് ചോദിക്കും. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരിത് പോകുന്നു. പിന്നെ ചില കൂട്ടുകെട്ടുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അവർ ആ ഒരു വഴി ഇങ്ങനെ തേടുകയാണ്. ഈ അടുത്ത സമയത്ത് പഞ്ചായത്ത് ഇവനെ കളിക്കാൻ കൊണ്ടുപോയി. പഞ്ചായത്തിൽ വിജയിച്ചു, ബ്ലോക്കിൽ വിജയിച്ചു, ജില്ലയിൽ വിജയിച്ചു. ഏതിന്? പഞ്ചായത്ത് ഫുട്ബോൾ. ഫുട്ബോൾ. അത് കഴിഞ്ഞ് എല്ലാം ട്രോഫി മേടിക്കാൻ നേരമാണോ അപ്പൻ ചെല്ലുന്നത്? അല്ലല്ല, ഞാൻ പോകാറില്ല. പോണ്ട. അവൻ തന്നെ പോയി. അതിന് പത്രത്തിൽ അതിന് ന്യൂസ് വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് എത്ര കറക്റ്റായ ഉത്തരമാണ്. വളരെ ഇൻഡിപെൻഡന്റ് ആണ് ഇവർ ഓരോരുത്തരും എന്നുള്ളതാണ്. എല്ലാവരും ഞാനും ചില സമയത്തെ ഇവൻ ഫ്രാൻസിസിന് ഇപ്പോൾ 5 വയസ്സല്ലേ ഉള്ളൂ അല്ലേ? അതെ. ഇവൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. അവൻ എഴുന്നേറ്റ് പോയി, അവൻ അവിടെ ഒരു മോളിൽ കയറിയിരുന്ന് സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുന്നു. ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം അത്രയും വളരെ ആ കാര്യത്തെക്കുറിച്ച് അടിച്ച് തൂത്ത്, മുറിയൊക്കെ അടിച്ച് തൂത്ത്, മേശയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിടുന്നു. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നത്. അൽഫോൺസയും ആ കാര്യത്തിൽ ഇപ്പം മറ്റുള്ളവരെ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അവരൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രാൻസിസ് അവൻ വളരെ കൊച്ചു പ്രായത്തിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, അതവൻ തുടരുകയാണ്. അല്ല എനിക്ക് ബ്രഷ് എടുത്തതാ, എനിക്ക് പേസ്റ്റ് എടുത്തതാ, അതൊന്നും ചോദ്യമില്ല. അതൊക്കെ എടുത്ത് ബ്രഷ് ചെയ്തു, മോൻ പറഞ്ഞു വന്നു, രാവിലത്തെ കോഫി വെള്ളം എടുത്ത് കുപ്പി എടുത്ത് എല്ലാം ബുക്സ് എല്ലാം തന്നെ സൂക്ഷിച്ച് അത്രയും വളരെ ശ്രദ്ധാപൂർവ്വം ആ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞങ്ങളാരും അതിനെ വേണ്ടി കൂടുതൽ ഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം സ്കൂളിൽ പോകുമ്പോൾ. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. ഇനി സത്യത്തിൽ ഒരു ചോദ്യം അങ്ങോട്ടില്ല, പകരം നിങ്ങൾ ഇങ്ങോട്ട് ഉത്തരമാണ് പറയേണ്ടത്. ഈ ഒരു എപ്പിസോഡിൽ വരുമ്പം എന്തായാലും ഇത്രയും ദൂരെ നിന്ന് ആണ് നിങ്ങൾ എത്തിയത്. വീട് വൈക്കം സൈഡിലാണ്, കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവരെല്ലാവരെയും ക്രമീകരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ കേൾക്കണം നിങ്ങളുടെ കുടുംബത്തെ പറ്റി എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യം പറയാനുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 8:12 ഇത് പറയുന്നുണ്ട്, എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവത്തെ ഏറ്റുപറയുന്ന ഒരവസ്ഥയാണല്ലോ, ദൈവത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നൊരവസ്ഥയാണല്ലോ. അത് പ്രത്യേകമായിട്ട് അതേ പറയാനുള്ളൂ. കാരണം ദൈവത്തെ ഏറ്റുപറയുക, ദൈവം വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് നമ്മളെ 2 കുടുംബങ്ങളെ തമ്മിൽ കോൺട്രാക്ട്, അതിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഏറ്റു പറയാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു എപ്പിസോഡിനെ എടുത്തു. അതെ, ദൈവത്തെ ഏറ്റു പറയുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് റോളില്ലല്ലോ. അതാണ് ദൈവത്തിൻ്റെ ബൈബിൾ സങ്കീർത്തകൻ പറയുന്നതാണല്ലോ, ഉദരഫലം ദൈവത്തിൻ്റെ ഒരു ദാനവും മക്കൾ സമാനമാണ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു മക്കളെ ദൈവം നമുക്ക് തരുമ്പോൾ അതിനെ സുരക്ഷിതമായി ദൈവത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുവരെയും അവരെ കെയർ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. ഈ വിമർശനങ്ങൾ ഉണ്ടാകാറില്ലേ? ശരിക്കും നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം
നമ്മുടെ വീട്ടിൽ തന്നെ പല കാര്യങ്ങളും കുറവുകൾ വരും, ചിലപ്പോൾ കുത്തക്കേടുകൾ കാണിക്കും, കുസൃതികൾ വരും, വേണ്ടി വന്ന സ്കൂളിൽ നിന്ന് വിളിപ്പിക്കും. ഇതൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒത്തിരി മക്കളുണ്ട്, എന്നാൽ നന്നായിട്ട് നോക്കിയില്ലേ, പല വിമർശനങ്ങളും പലയിടത്തുനിന്നും വരുമല്ലോ. ഓക്കെ, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ അതിനെയൊക്കെ ഒന്ന് നേരിടുന്നേ? അല്ല, കേൾക്കാറുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാറില്ല. ആ ടെക്നിക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ പോയാൽ വിമർശനം അതിനകത്ത് മനസ്സ് വല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു, മനസ്സിനെ തളർത്തുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, നമുക്ക് ആരോടും ശരിക്കും എല്ലാവരും നോക്കുമ്പോൾ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചോദിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, ആ സമയത്തൊക്കെ അപമാനമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ചോദിക്കാതിരിക്കുന്നില്ല. ഒന്നില്ല, പിള്ളേരുടെ ഏതെങ്കിലും ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാം കൂടെ ക്രമീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളിപ്പോൾ വാടക താമസിക്കുന്നത്. വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ ഒരു പഴയൊരു വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ടിപ്പോൾ ഞങ്ങളൊന്ന് മാറിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ വാടക പ്രശ്നങ്ങൾ, മറ്റു ചിലവുകൾ, അറിയാമല്ലോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര സുഖകരമാണ്. അങ്ങനെയൊന്നുമല്ല, വളരെ കഷ്ടപ്പെട്ടും വളരെ വേദനയോടുകൂടിയൊക്കെ തന്നെ. അതിലൊന്നൊരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അപ്പം അതായത് ശരിക്കും സഹനം ഉറപ്പാണ്. സഹനം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ കാഴ്ചപ്പാടാണല്ലേ മാറേണ്ടത്. കാഴ്ചപ്പാടാണ് മാറേണ്ടത് അല്ലേ? കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ചില ചോദിക്കില്ല എന്തിനാ ഇത്ര സഹിക്കുന്നത്, പക്ഷെ അത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അത് കാഴ്ചപ്പാട്, അത് ദൈവമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു സുഖം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈശോ ഞങ്ങളോട് പറയാറുണ്ട്, ചോദിച്ച അപമാനം ഏറ്റല്ലോ, അത് എൻ്റെ പദ്ധതിയാന്ന് പറയാറുണ്ട്. അത് വേണം. പക്ഷെ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നതിലും ഈ പണം ചോദിക്കുന്നതിലൊക്കെ വളരെ വിഷമമുണ്ട്. മറ്റുള്ളവർ ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് ബീത പറയും, ഞാൻ ചോദിക്കാം, ഒരാവശ്യം നടക്കണ്ടേ. അപ്പോൾ ഇടയ്ക്കിങ്ങനെ ബിഷപ്സായിട്ട് ഇങ്ങനെ പിതാവായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ പിതാവ് പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇതെല്ലാം. സഹിച്ചേ പറ്റൂ, അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ്. ഈ അപമാനം പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചിങ്ങനെ അല്ലേ? അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു ചോദ്യം, 8 മക്കളെ ദൈവം തന്നിട്ടുണ്ട്, കിടപ്പാടം പോലും കൃത്യമായിട്ട് തന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിടയ്ക്ക് പഠനം, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ നന്നായിട്ട് അവരുടെ പഠന വഴികളിലേക്ക് അവരെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എന്നെ ഇങ്ങനൊരു കുടുംബജീവിതത്തിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് ഇത്ര മക്കൾ വേണോ എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയല്ല. ഈ മദർ തെരേസയുടെ വിശുദ്ധ ജീവിതം അങ്ങനെയാണല്ലോ, കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമാണെന്ന് മദർ തെരേസ പറയാറുണ്ടല്ലോ. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ കൊണ്ട് എൻ്റെ ചിന്ത മുഴുവൻ തുടങ്ങിയത്. ഒരു ഉപകരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വിശുദ്ധയായ അമ്മ നയിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് 2000 ഇവിടെ ഈ ഡിവൈനിൽ ഇംഗ്ലീഷ് സെഷനിൽ ഞാൻ കാൽവരിയിൽ പ്രാർത്ഥനയിരുന്നു. അതിന് ശേഷം അവിടെ മുതൽ എനിക്കിങ്ങനെ ഒരു വിളി പോലെ, ഒരു ആത്മാവ് എന്നെ നയിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായതും, അതിനുശേഷം ഞാൻ ജോർജ് പനക്കലച്ചനോട് അതിനെക്കുറിച്ച് ഇങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ അച്ഛൻ അതിനകത്ത് ചെറിയൊരു കയ്യിൽ എനിക്കിങ്ങനെ ഒരു നിർദ്ദേശം തന്നു, മുന്നോട്ട് പോട്ടെ എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു പ്രോസസ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും വർത്തമാനം പറയുമ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതെല്ലാം അത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എന്നല്ല, അങ്ങനെ ധരിക്കരുത്. പക്ഷേ ഈ ഒരു സഹനത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയിൽ ഈ ഒരു സ്വരം എന്നെയും ബീനയും നയിക്കാറുണ്ട്. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം രാവിലെ എന്നോട് പറയണം, മാതാവ് ഒരു കാര്യം അവളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത്ര വിശ്വാസം തോന്നിയില്ല. ഇപ്പോൾ ഒരു കോൾ വരുമെന്ന് ഇവളെന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ മാതാവ് പറഞ്ഞു, ഇന്നൊരാൾ നീ വിളിക്കണമെന്നാണ് പറഞ്ഞത്, ബീനയോട് വിളിക്കണമെന്ന് പറഞ്ഞു. ബീന വിളിച്ചു. ആ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. ഇവൾ വിളിച്ചപ്പോൾ ബീനെ പിള്ളേരുടെ ഫീസൊക്കെ എങ്ങനെയാണ് പോകണമെന്നാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, പെട്ടെന്നൊരു ചെറിയ സംഖ്യയാണെങ്കിലും, ഒരു ന്യായമായ സംഖ്യയാണെങ്കിലും പുള്ളി പെട്ടെന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. ആ ഫീസും കൂടെ ചേർത്താണ് ട്രീസേനെ തിരുവനന്തപുരത്ത് വിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 2 കണ്ണും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഇത് മാതാവ്, ഞാൻ ചിലപ്പോൾ അങ്ങനെ കേട്ട് എനിക്കിങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഇവള് പറഞ്ഞു, എന്നോട് മാതാവ് വെളുപ്പിനെ പറഞ്ഞു, ഇന്നൊരാൾ എന്തോ കരുതി വെച്ചിട്ടുണ്ട്, നീ ചോദിക്കണം. ഇവള് പോയി ഫോണിൽ ചോദിക്കുകയാണ്, എന്നാ ഉണ്ട് ബ്രദറെ വിശേഷം, സുഖമാണോ എന്നൊക്കെ.
പിന്നെ പിള്ളേരുടെ പഠനം എങ്ങനെ പോകണമെന്ന് ആ ഒരു ചോദ്യം ഇങ്ങോട്ട്. ഇങ്ങോട്ട് നമ്മൾ 10 പ്രതീക്ഷിക്കാം മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവളുടെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം പണം ഇടുകയാണ്. അതും കൂടെ ചേർത്താണ് പ്രീസയെ പഠിപ്പിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് നല്ലൊരു എമൗണ്ട് ട്രിവാൻഡ്രത്ത് അടയ്ക്കേണ്ടി വന്നു. ഇത് നമ്മളാരും പറഞ്ഞിട്ടല്ല. അപ്പം ഈ സ്വരം കേൾക്കുന്നതിൻ്റെ ഒരു പ്രത്യുത്തരമല്ലേ അത്? തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയായിരുന്നു ഇത്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നൊരവസ്ഥയല്ല കേട്ടോ. അല്ല അല്ല അതൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് അവരുടെ പണം കാത്തു കെട്ടി അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം ഞങ്ങളെ നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചില ഒത്തിരി കാര്യങ്ങളുണ്ട്, മനസ്സിലായ? ആ കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ പോരായ്മകളും പരിമിതികളും ധാരാളമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടുന്നുണ്ട്. ചിലപ്പോൾ സഹനവും അപമാനവും സഹിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാനിങ്ങനെ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു എന്താണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സഹനം നമുക്ക് കൂട്ടായിട്ട് ഇരിക്കട്ടെ അല്ലേ, അതൊരു അഡ്വാൻറ്റേജ് പക്ഷേ അത് എൻ്റെ മാതാവ് എൻ്റെ പിതാവ് മരിച്ചുപോയി, പെട്ടെന്നാണ് മരിച്ചത്. ഞാൻ ഇവിടുത്തെ ഒരു ശുശ്രൂഷ ആയിരുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്. മാതാവ് ഒരുപക്ഷെ അത് മനസ്സിലാക്കാറില്ല, എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കാറില്ല, എൻ്റെ ഒരു സമൂഹം മനസ്സിലാക്കാറില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനത് ഇങ്ങനെയാണ് ഞാൻ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞവരുടെ അടുത്ത് ചെല്ലാറുമില്ല, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടൊരു ജീവിതം. കാരണം എനിക്കിത് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ മനസ്സിലാവില്ല, മനസ്സിലായ? ഈശോ ഒരു നിശ്ചിത സമയം എനിക്ക് തന്നിട്ടുണ്ട്. ആ സമയം വരെ ഞാൻ ഒരു മനസ്സിനൊരു ഒരുക്കം കൊടുത്ത് ഇങ്ങനെ കടന്നു പോവാണ്. ഞാനും ബീനയും. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും സാധിക്കുന്നുണ്ടല്ലോ. സാധാരണ നമ്മൾ വലിയ കുടുംബങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പം സഹനങ്ങളെക്കുറിച്ച് ചിലപ്പം പറയാതെ പോകും, അല്ലെങ്കിൽ അവരിവിടെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ പറയാതെ പോകും. സഹനങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പം പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ളത്? കൂടുതൽ മക്കൾ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ജോലിയാണ്. പക്ഷെ എല്ലാവരും അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, കൂടുതൽ മക്കൾ സ്വീകരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതല്ലല്ലോ, അതിനപ്പുറത്തേക്ക് നിത്യമായൊരു ഭവനത്തിലേക്കുള്ള ഒരു യാത്രയും കൂടിയാണല്ലോ. അതിലേക്ക് കടന്നു പോകുവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെയൊക്കെ ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നമ്മളോട് സംസാരിക്കും. മക്കളെന്ന ഒരു സഹനം തന്നെയാണല്ലോ. സമ്പത്തുള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതൊരു സുഖമായിട്ട് തോന്നാം. സമ്പത്തൊന്നും ഇല്ലാത്ത ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കാണ് ദൈവം ഇങ്ങനെ ഒരു അവസരം തരുന്നതെങ്കിൽ ഒത്തിരി സഹനങ്ങളുണ്ടാവുമല്ലോ. ആ സഹനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ദൈവിക പദ്ധതി കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതവർക്കും അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗം, സഹനം ഏറ്റെടുക്കുന്നവർക്കത് കൃത്യമായിട്ട് ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ ഞങ്ങൾ പറയുകയാണ്. നിത്യജീവനൊപ്പം സ്വന്തമാക്കും, സ്വന്തമാക്കും, ആക്കും. അത്രയും മതി, അത്രയും ബോൾഡായിട്ട് പറയാൻ സാധിച്ചല്ലോ. അതിനായിട്ടാണല്ലോ ഇത് മുഴുവൻ അല്ലേ. ബീനയ്ക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? പറയാനുള്ളത് നമ്മുടെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ നല്ല ഹൈ ആയിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ, ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ പല ആൾക്കാരും പല രീതിയിലുള്ള ഇത് പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ കുറച്ച് വിഷമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈശോ ഒരു നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് 100% ഉറപ്പുണ്ട്. എല്ലാം ഞങ്ങൾ ഈ ഇടയ്ക്കൊരു പിതാവ് പറഞ്ഞ് ഇപ്പോഴത്തെ ഈ സഹനം വലിയൊരു നന്മയ്ക്കായിട്ട് മാറ്റുന്നത്, അത് ഉറപ്പ് എനിക്ക് പൂർണ്ണമായിട്ട് ഉണ്ട്. പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിടില്ല, അത്തക്ക സമയത്ത് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും വിഷമിക്കുന്ന സമയത്ത്, പക്ഷെ ഇന്ന് ഒരു മിനിറ്റ് താമസത്തിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്താറുണ്ട്. എന്ത് കാര്യം വന്നാലും അത് മറ്റുള്ളവർക്കും അതുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നിങ്ങളുടെ അനുഭവങ്ങളും എല്ലാം കേൾക്കുമ്പം. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കാറായി. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനുമായി ഗുഡ്നസ് ടിവിയുടെ ചെയർമാൻ റെവറൻഡ് ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛനെത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം.
ഫ്രാൻസിസ് അച്ഛ, ഈശ്വമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വലിയൊരു കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജോസിയും ബീനയും 8 മക്കളാണ് ശരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ടില്ല, മൂത്തയാൾ എത്തിയിട്ടില്ല. ഇപ്പം 7 പേരാണ് കൂടെയുള്ളത്. അവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? ജോസിയെയും ബീനയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. 8 മക്കൾ, ആ മക്കളെ വളർത്താൻ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ, ആ സന്തോഷത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ധൈര്യപൂർവം ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ സധൈര്യം വിശ്വാസത്തോടുകൂടെ നേരിടുകയും ചെയ്യുന്ന ഇവരുടെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാണ്, എല്ലാവർക്കും പ്രോത്സാഹനജനകമാണ്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ജീവിതത്തിലെ ഏത് സഹനവും ദൈവം രക്ഷാകരമാക്കി മാറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇവർ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇവരുടെ കുടുംബത്തിലേക്ക്, ഈ മക്കളിലേക്ക് സമർത്ഥമായി ഒഴുകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ ഒരു കുഞ്ഞു സമ്മാനമുണ്ട്. സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ തരും എല്ലാവർക്കും. സഹനങ്ങളെ സധൈര്യം നേരിടുന്ന കുടുംബത്തിൻ്റെ അനുഭവമാണ് ജോസിയും ബീനയും നമ്മോട് പങ്കുവച്ചത്. ഇവരുടെ കുടുംബത്തെ ദൈവം ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.